നമ്മുടെ വെട്ടുകാട് കൺവെൻഷനിൽ ഇവർ വന്ന് പങ്കെടുത്താണ് 3 വർഷം മുൻപ്. ഇവർക്ക് 6.5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അന്ന് ഇവരോടൊപ്പം അല്ലെ വേറെ 2 ഫാമിലിയും മക്കളില്ലാത്തൊരു പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. ഒരു ഫാമിലി അക്രൈസ്തവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ 2 ഫാമിലിക്കും ഇവർക്കും കർത്താവ് മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. ആ സാക്ഷ്യം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ജെൻസി, എൻ്റെ ഭർത്താവിൻ്റെ പേര് ഷൈജു. ഞങ്ങളുടെ സ്ഥലം അഞ്ചുതെങ്ങാണ്. ഞങ്ങൾ 2019 നവംബർ മാസത്തിൽ സാബുബ്രദറിൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തു. 11-ാം തീയതി ആയിരുന്നു, നവംബർ 11-ാം തീയതി. ഒറ്റ ദിവസത്തെ ധ്യാനത്തിലാണ് ഞങ്ങൾ പങ്കെടുത്തത്. ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവിൻ്റെയും തലയിൽ കൈ വെച്ചു ബ്രദർ പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു, പേടിക്കേണ്ട, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. ആ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. എനിക്കൊരു നല്ലൊരു ആൺകുഞ്ഞിനെ തന്നു ദൈവം അനുഗ്രഹിച്ചു. 6 വർഷം കൂടെ കഴിഞ്ഞ് ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. 6 വർഷമായിട്ട് മക്കളില്ലാതെ സങ്കടത്തിലായിരുന്നു. വെട്ടുകാട് കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസം, 5-ാമത്തെ ദിവസമാണ് ഇവർ വരുന്നത്. നിങ്ങളുടെ സ്ഥലം അഞ്ചുതെങ്ങ് അല്ലേ? അന്ന് ഒരു ദിവസം വന്ന് കൺവെൻഷൻ കൂടി. അന്ന് ഇവർ വന്ന് പ്രാർത്ഥിച്ചു. യേശു ഇവരെ അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ സന്ദേശമായിരുന്നു മക്കളെ കൊടുക്കുമെന്ന്. കർത്താവ് മിടുക്കൻ ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു. അതിൻ്റെ പേരെന്താ? റോയൽ. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ ഒന്ന് കാണിച്ചേ. 6 വർഷത്തിന് ശേഷം കർത്താവ് നൽകി അനുഗ്രഹിച്ച ഈ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.